അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് അതേപോലെ തന്നെ ഫോർഗ്രൗണ്ട് കളറ് ചേഞ്ച് ചെയ്യണേ എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഗ്രാഫിക്കൽ എലമെൻറ്റ്സ് എങ്ങനെയാണ് ഒരു ആപ്ലെറ്റിൽ ക്രിയേറ്റ് ചെയ്യണേ എന്നുള്ളത് നോക്കാം. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാം തന്നെ പെയിൻറ്റിൻ്റെ മെത്തേഡിൻ്റെ അകത്താണ് കോഡൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വീഡിയോ തൊട്ട് കാണിച്ചിരുന്ന ആ ഒരു പ്രോഗ്രാമിൽ തന്നെയാണ് ഈ ചേഞ്ചസ് എല്ലാം തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിലവിലിവിടെ പെയിൻറ്റിൻ്റെ മെത്തേഡെല്ലാം എഴുതി വെച്ചേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ എങ്ങനെയാണ് ഒരു ആപ്ലെറ്റിൽ വരയ്ക്കണേ എന്നുള്ളത് നോക്കാം. അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കൊരു മെത്തേഡുണ്ട്, ഗ്രാഫിക്സ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യുക. ജി വെച്ചിട്ട് ഞാൻ ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് ആക്സസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്രോ റെറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു മെത്തേഡുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പറ്റും. ഇതിൽ 4 പാരാമീറ്റേഴ്സാണ് മെയിനായിട്ട് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ് കോർഡിനേറ്റ്. ഞാനൊരു 100 ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റിൻ്റെ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാനൊരു 20 കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് വിഡ്ത്താണ്. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എന്തോരാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സ്പെസിഫൈ ചെയ്യുക. ഞാനൊരു 100 കൊടുക്കുകയാണ് അവിടെ. പിന്നെ വരുന്നത് ഹൈറ്റാണ്. ഹൈറ്റ് ഞാനൊരു 200 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഫിഗർ ആപ്ലെറ്റിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. അതിന് ഞാനിവിടെ ജാവാസി വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം ആദ്യം തന്നെ കമ്പൈൽ ചെയ്യാണ്. അപ്പോൾ ജാവാസി സ്പേസ് മൈ ആപ്പ് ഡോട്ട് ജാവ ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. നമ്മളുടെ ഇത് കമ്പൈലായിട്ടുണ്ട്. ഇനി ഇത് റൺ ചെയ്യാനായിട്ട് ആപ്ലെറ്റ് വ്യൂവർ സ്പേസ് മൈ ആപ്പ് ഡോട്ട് ജാവ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മളുടെ ആപ്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആപ്ലെറ്റിൻ്റെ അകത്ത് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആപ്ലെറ്റിൽ ഉണ്ടാക്കേണ്ടത്. ഇനി സപ്പോസ് നമുക്ക് നമ്മളുടെ ഈ ഒരു റെക്റ്റാങ്കിളിൽ ഇപ്പോൾ ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ, ഒരു ബോർഡർ മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്കൊരു കളറ് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് വേറൊരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ ഡ്രോ റെറ്റ് എന്ന് പറയുന്ന മെത്തേഡല്ലേ യൂസ് ചെയ്തേ, അതിൽ ആ ഡ്രോ മാറ്റിയിട്ട് ഫില്ലെന്നും പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യുക. ആ ഡ്രോ മാറ്റി ഫില്ലെന്നാക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഫിൽ റെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രോ റെറ്റ് പോലെ തന്നെയാണ്, റെക്റ്റാങ്കിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. പക്ഷേ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് ഒരു കളറ് ഫില്ല് ചെയ്യും. അതാണ് ഒരു വ്യത്യാസം. ബാക്കി പാരാമീറ്റർ വൈസ് എല്ലാം ഡ്രോ റെറ്റിൻ്റെ അതേ സംഭവം തന്നെയാണ്. എക്സ് വൈ കോർഡിനേറ്റ്സ് നമ്മൾ പാസ് ചെയ്യണം, വിഡ്ത്തും ഹൈറ്റും പാസ് ചെയ്യണം. അതിലൊന്നും യാതൊരു വ്യത്യാസമില്ല. ആകെപ്പാട് ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് കളറ് ഫില്ല് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഞാൻ വേണമെങ്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ആദ്യം കമ്പൈൽ ചെയ്തു, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ട് ഒന്നുകൂടി കമ്പൈൽ ചെയ്ത് എന്നിട്ട് എക്സിറ്റ് ചെയ്തു. കണ്ട, ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ നമ്മൾക്കൊരു ബ്ലാക്ക് കളറിൽ ഫില്ലായി വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ സെറ്റ് കളർ മെത്തേഡ് ഈ ഒരു റെക്റ്റാങ്കിളിന് മുന്നേ കോൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ജനറേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനിയൊരു സ്ക്വയർ ജനറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വേറെ മെത്തേഡോ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. ഈ ഫിൽ റെറ്റ് അല്ലെങ്കിൽ ഡ്രോ റെറ്റ് മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു സ്ക്വയർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്വയർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, വിഡ്ത്തും ഹൈറ്റിനും ഒരേ വാല്യൂ തന്നെ ആയിരിക്കണം നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ വിഡ്ത്ത് 200 ആണെങ്കിൽ ഹൈറ്റും 200 ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ ആയിരിക്കും കിട്ടുക. അതും ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പൈൽ ചെയ്തിട്ട് റൺ ചെയ്ത് കാണിക്കുകയാണ്. കണ്ട, ഇപ്പോൾ നമുക്ക് സ്ക്വയർ വന്നിട്ടുണ്ട്.
ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയറും റെക്റ്റാങ്കിളും ആപ്ലെറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത്.